पाक ऑक्यूपाई कश्मीर की 24 सीटें क्योंकि वो हमारा है, क्योंकि वो हमारा। നമസ്കാരം. ഈ വാർത്ത മുഴുവൻ കേട്ടതിന് ശേഷം പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കുന്നതിന് മുന്നോടിയായിയാണോ കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കമെന്ന് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. ജമ്മു കാശ്മീർ സംവരണ ഭേദഗതി ബിൽ 2023, ജമ്മു കാശ്മീർ പുനഃസംഘടന ബിൽ 2023 എന്നീ രണ്ട് ബില്ലുകൾ ലോക്സഭയിൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവതരിപ്പിച്ച് പ്രസംഗിച്ച അമിത് ഷാ ജവഹർലാൽ നെഹ്റു കാണിച്ച മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കാരണം ജമ്മു കാശ്മീരിന് 2 അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും അമിത് ഷാ പറഞ്ഞു. അത് ചരിത്രപരമായ മണ്ടത്തരമായിരുന്നു എന്നും അമിത് ഷാ ലോക്സഭയിൽ കൂട്ടിച്ചേർത്തു. 2 മണ്ടത്തരങ്ങൾ കാരണം ജമ്മു കാശ്മീർ കഷ്ടപ്പെട്ടു. ആദ്യത്തേത് വെടിനിർത്തൽ പ്രഖ്യാപിക്കുക എന്നതായിരുന്നു മണ്ടത്തരം. നമ്മുടെ സൈന്യം വിജയിക്കുമ്പോൾ വെടിനിർത്തൽ ഏർപ്പെടുത്തി. 3 ദിവസത്തിന് ശേഷം വെടിനിർത്തൽ ഉണ്ടായിരുന്നെങ്കിൽ പാക് അധിനിവേശ കാശ്മീർ ഇന്ന് ഇന്ത്യയുടെ ഭാഗമാകുമായിരുന്നു. രണ്ടാമത്തേത് നമ്മുടെ ആഭ്യന്തര പ്രശ്നം ഐക്യരാഷ്ട്രസഭയിലേക്ക് എത്തിക്കുക എന്നതായിരുന്നുവെന്നും അമിത് ഷാ പറഞ്ഞു. നേരത്തെ ജമ്മുവിൽ 37 സീറ്റുകൾ ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ 43 വർദ്ധിപ്പിച്ചു. നേരത്തെ കാശ്മീരിൽ 46 ആയിരുന്നത് ഇപ്പോൾ 47. പാക് അധിനിവേശ കാശ്മീരിൽ 27 സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ടെന്നും അമിത് ഷാ പാർലമെന്റിൽ പറഞ്ഞു. അങ്ങനെ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാക് അധിനിവേശ കാശ്മീരിനും പ്രാതിനിധ്യം ഉറപ്പിക്കാനായി സീറ്റുകൾ നീക്കിവച്ചിരിക്കുകയാണ്. പാക് അധിനിവേശ കാശ്മീർ നമ്മുടേതാണെന്ന് ഉറക്കെ പറയുകയും ചെയ്തു അമിത് ഷാ. നിങ്ങളുടെ അഭിപ്രായത്തിൽ നെഹ്റു പണ്ട് കാണിച്ചത് മണ്ടത്തരമാണോ? ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കും എന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.